നമസ്കാരം. യോഗ പഠിക്കണമെങ്കിലും അഭ്യസിക്കണമെങ്കിലും 1 മണിക്കൂർ അതിരാവിലെ അതിന് മാറ്റിവെക്കണം. അത് മാത്രം പോരാ, നമ്മൾ ഏതൊന്ന് പഠിക്കണമെങ്കിലും അതിൻ്റെ ബേസിക്സ് അറിയണം. അക്ഷരമാല അറിയില്ലെങ്കിൽ വാക്കുകളും വാക്യങ്ങളും പ്രയോഗിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെ യോഗയുടെ ആൽഫബറ്റ് എന്താണ് എന്ന് അറിയണം. യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷഡ് ദർശനങ്ങളിൽ ഒന്നാണ്. ദർശനം എന്ന് പറഞ്ഞാൽ അനുഭവ ശാസ്ത്രമാണ്, തത്വശാസ്ത്രമാണ്. അതൊരിക്കലും തെറ്റില്ല, അത് പരമപ്രമാണമാണ്. കാരണം നമ്മൾ നേരിട്ടുള്ള അനുഭവജ്ഞാനത്തിനപ്പുറം മറ്റൊരു ജ്ഞാനമില്ല. അതാദ്യം മനസ്സിലാക്കും. രണ്ടാമതറിയേണ്ടത് ഇതിൻ്റെ ആൽഫബറ്റ് എന്താണ്, ഇതിൻ്റെ പ്രമാണം എന്താണെന്ന് നമ്മൾക്കറിയണം. യോഗയുടെ പ്രമാണം വേദമാണ്. വേദം പ്രമാണമാണ്. വേദപ്രമാണത്തിലെ ഒന്നാമത്തെ പോയിൻ്റ് നമ്മൾക്കറിയേണ്ടത്, വേദം പറയുന്നത് ഈ പ്രപഞ്ചമാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മറ്റൊന്നിന് വ്യാപിക്കാൻ അസാധ്യമായ സർവവ്യാപിയായ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ്, എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്, ഉണ്മ, ഈസ്നസ്, ആത്മാവ്, പരമാത്മാവ്, പുരുഷൻ, സീയർ, ദ്രഷ്ടാവ്, ബ്രഹ്മം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പരമസത്യം, പരമജ്ഞാനം, ഇങ്ങനെ ഒരു അദൃശ്യമായ ഒരു ഫീൽഡ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. അത് അതിശക്തമാണ്. അതിശക്തമായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധ്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. കാരണം അൾട്രാ സൗണ്ട്, അൾട്രാ ഒന്നും നമ്മൾക്ക് ദൃശ്യമല്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പരിമിതമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒന്നും അനുഭവവേദ്യമല്ലാത്ത ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ബോധം ഈ പ്രപഞ്ചമാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. സർവവ്യാപിയാണ്, സർവശക്തിയാണ്. അതിൽ മറ്റൊരു വ്യാപനം അസാധ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. തിങ്ങി വിങ്ങി നിറഞ്ഞിരിക്കുന്നതിൽ മറ്റൊരു വ്യാപനം അസാധ്യമാണ്. അങ്ങനെ വ്യാപനം ഉണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്, മിഥ്യയാണ് എന്നാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അതാണ്. അത് അടുത്ത പോസ്റ്റിൽ ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇത് അഗാധമായി ചിന്തിക്കുക. പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധം അല്ലെങ്കിൽ ഉണ്മ ഉണ്ട്. അതിലാണ്, അതിൻ്റെ സങ്കല്പങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുഴുവൻ അന്നും ഇന്നും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് എന്നാണ്. ബോധത്തിലുള്ള സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ സൃഷ്ടിച്ചതും ബോധത്തിലുള്ള സങ്കല്പത്തിലുള്ള സൃഷ്ടിയാണ്. സൂര്യനെ സൃഷ്ടിച്ചതും ബോധത്തിലുള്ള സങ്കല്പത്തിലെ സൃഷ്ടിയാണ്. മനുഷ്യ ശരീരവും സൃഷ്ടിച്ചത് ബോധത്തിലെ സങ്കല്പത്തിലെ സൃഷ്ടിയാണ്. നമ്മുടെ ശരീരത്തിലൊരു രോഗം സൃഷ്ടിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ എന്ന് തോന്നുന്ന ബോധത്തിലെ സങ്കല്പത്തിലെ സൃഷ്ടിയാണ്. സങ്കല്പത്തിൽ നിന്നാണ് മുഴുവൻ സൃഷ്ടിയും ഉണ്ടാകുന്നത്. ഒരപകടം ഉണ്ടാകുന്നതും നമ്മുടെ മനസ്സിൽ ബോധത്തിലുള്ള സങ്കല്പത്തിലെ സൃഷ്ടിയാണ്. നമ്മുടെ എന്ന് പറയുന്നത്, അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെ ഉള്ളിലുള്ള ബോധം ഒന്നാണ്. ആ ബോധത്തിലുള്ള സങ്കല്പത്തിൽ നിന്നാണ് സൂര്യൻ ഉണ്ടാകുന്നതും ചന്ദ്രൻ ഉണ്ടാകുന്നതും മനുഷ്യ ശരീരം ഉണ്ടാകുന്നതും എല്ലാം ഒരേ ബോധത്തിൽ നിന്നാണ്. സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി എന്നതാണ് നമ്മുടെ യോഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ്. അതുകൊണ്ട് തന്നെ സങ്കല്പം ഇല്ലാതായാൽ സൃഷ്ടി ഇല്ലാതാവും. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളില്ലാതായാൽ, നമ്മുടെ മനസ്സ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചബോധത്തിലെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളുണ്ടായാൽ അവിടെ വേണ്ടാത്ത സൃഷ്ടി നടക്കില്ല. അതുകൊണ്ട് തന്നെ ചിന്തകൾ ഇല്ലാതാക്കുക, അങ്ങനെ നമ്മുടെ സൃഷ്ടി മാറ്റുക, നമ്മുടെ അനുഭവം മാറ്റുക, നമ്മൾക്ക് അനുഭവതലം മാറ്റിയെടുക്കുക, സങ്കല്പം മാറ്റിയിട്ട് എന്നതാണ് ഈ യോഗയുടെ ഒരു തത്വം. അതാണ് ഒരു പ്രിൻസിപ്പിൾ. അതാണ്. അത് മനസ്സിലാക്കുക, ഇത് ചിന്തിക്കുക. ഇതന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധം, ആ ബോധത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവൻ നടക്കുന്നത്. സൂര്യനും ആ ബോധത്തിലാണ് നടക്കുന്നത്, നമ്മുടെ ശരീരവും ആ ബോധത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സൃഷ്ടിയും സൂര്യനിൽ നടക്കുന്ന സൃഷ്ടിയും ചന്ദ്രനിൽ നടക്കുന്ന സൃഷ്ടിയും ആ ബോധത്തിൻ്റെ സൃഷ്ടിയാണ്.
ഇത് ചിന്തിച്ചുറപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.